പ്രിയപ്പെട്ട നേതാക്കന്മാരെ, നമുക്കറിയാം നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ മതഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊണ്ടു പോകുന്ന ഒരു നാടാണ് കേരളം. എല്ലാ ദർശനങ്ങളെയും സ്വീകരിച്ച ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയപ്പെടുന്ന ഈ കൊച്ചു ദേശം. മറ്റു ഇതര ദേശങ്ങളെ സംബന്ധിച്ച് നമ്മുടെ കേരളം വളരെ മുമ്പന്തിയിൽ നിൽക്കുന്നതും അത് തന്നെയാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം പന്തുരുത്തി സെൻട്രിക് എന്ന സ്കൂളിലാണ് ഈ പ്രശ്നം ഉടലെടുക്കുന്നത്. ഈ പ്രശ്നം ഉടലെടുക്കുന്ന സമയത്ത് എത്തിക്കുന്ന വിവാദമാക്കുന്നതും അദ്ദേഹം തന്നെയാണ്. അപ്പൊ ഇത് ഈ പന്തുരുത്തി എന്ന സ്ഥലത്ത് മാത്രമല്ല, അതിലെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ചാനൽ ചർച്ചക്കാരിടുന്നതാണ്. ഇത് ഈമാൻകാരൊന്നുമല്ലല്ലോ, ഇത് ഇസ്ലാംകാരൊന്നുമല്ലല്ലോ, ഇതിനെ എത്ര നിർബന്ധിക്കുന്നു. പക്ഷെ ഇത് ഈമാൻകാരമാണ്, ഇസ്ലാംകാരനാണ്. മുസ്ലിങ്ങൾക്ക് ഏറ്റവും കിട്ടേണ്ട ഒരു കാര്യമാണിത്. മുസ്ലിങ്ങൾക്കിടയിൽ അവിടെ ഔറത്ത് ഒഴിവാക്കി നടക്കാൻ പറ്റൂല എന്ന് പറയുന്ന ഇസ്ലാമിക ദർശനമാണിത്. ഇതാണ് ഇന്ത്യൻ ഭരണഘടന നടപ്പിലാക്കേണ്ടത്. അവിടെ വെച്ച് മാത്രമല്ല, ഈ ചാനൽ ചർച്ചയിൽ പറയപ്പെടുന്നവരോട് പറയാനുള്ളത് എന്ന് വെച്ചാല് അവർ എന്താണ് നിർബന്ധിച്ച് തട്ടമാണെന്ന് ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല, നിർബന്ധിച്ച് വേണമെന്ന് പറയുന്നില്ല. പക്ഷെ ഇടുന്നവരെ തടയാനുള്ള അവകാശം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഇവിടെ കേരളത്തിലോ മറ്റു ഇതര സ്റ്റേറ്റുകളിലും ഇല്ല. അതാണ് ഇവിടെ പറയാനുള്ളത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇതിനെതിരെ ആക്ഷൻ എടുത്തു എന്നത് വളരെ സന്തോഷമാണ്. പക്ഷേ ഇത് ഈ പന്തുരുത്തി സ്കൂളിലെ സെൻട്രിക് സ്കൂളിൽ മാത്രം സംഭവിക്കുന്ന സംഭവമല്ല. കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെ ഒരുപാട് സ്കൂളുകളിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, അടിക്കടി ഉണ്ടാവാവുന്ന സംഭവമാണ്. പ്രത്യേകിച്ച് ഈ കേരളത്തിൽ ഉണ്ടാകുന്നതിനെതിരെ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ, അത് നമ്മുടെ മറ്റു ഇതര രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഒത്തൊരുമിച്ചുകൊണ്ട് ഇതിനൊരു നോൺസ് ഉണ്ടാക്കണം, നിയമം ഉണ്ടാക്കണം. അത് ഓരോ സ്കൂളുകളിലേക്കും നൽകാനുള്ള ഈ പറയുന്ന സ്കൂൾ CBSE സ്കൂളാണ്. CBSE സ്കൂളാണ് ഞാൻ കേരളത്തിന്റെ അനുമതിയോട് കൂടെ പ്രവർത്തിക്കാൻ പറ്റിയ സ്കൂളാണത്. ആ സ്കൂളിലാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് ഏത് വിധത്തിൽ CBSE ആയാലും കേരള ഗവൺമെന്റ് പ്രൈവറ്റ് മേഖല ഏത് സ്കൂളുകളായാലും കേരള ഗവൺമെന്റ് ചെയ്യേണ്ടത് എല്ലാ സ്കൂളിലും നോൺസ് തയ്യാറാക്കി അവർക്ക് പ്രവർത്തിക്കുമ്പോൾ തന്നെ അത് അംഗീകാരം കൊടുക്കുമ്പോൾ തന്നെ മറ്റു അംഗീകാരം കൊടുത്ത ശേഷമുള്ള ഇന്നത്തെ സ്കൂളുകളിലേക്കും അവർക്ക് ഏത് രീതിയിലാണ് ഈ മതസ്പർദ്ധ ഇല്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള നിയമം ഉണ്ടാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുള്ള ഉൾപ്പെടെയുള്ള രാഷ്ട്രീയമായി സദസ്സിലാണ് ഞാൻ പറയുന്നത്. അതിനു വേണ്ടി തയ്യാറാവണം എന്ന് ഞാൻ പറയുകയും